കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ടൂറിസം പ്രൊഡക്റ്റ് അതുപോലെ തന്നെ അതിന്റെ മീനിങ് കോമ്പണൻസ് എന്നുള്ളതായിരുന്നു. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ടൂറിസം പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഏതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമത് പറയുന്നതാണ് ഇൻടാഞ്ചിബിൾ, 2 സൈക്കോളജിക്കൽ, 3 ഹൈലി പെരിഷബിൾ, 4 കോമ്പോസിറ്റ് പ്രോഡക്റ്റ്, 5 അൺസ്റ്റേബിൾ ഡിമാൻഡ്, 6 ഫിക്സഡ് സപ്ലൈ ഇൻ ദ ഷോർട്ട് റൺ, ദെൻ ആബ്സെൻസ് ഓഫ് ഓണർഷിപ്പ്, ഹെട്രോജീനിയസ്, റിസ്കി. ഇങ്ങനെ ഇതാണ് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ടൂറിസം പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. ഇനി ഇത് ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഒന്നാമത് പറയുന്നതാണ് ഇൻടാഞ്ചിബിൾ. അതായത് കമ്മോഡിറ്റീസ് ആർ ടാഞ്ചിബിൾ പ്രൊഡക്റ്റ് that have physical dimensions and attributes which can be seen, touched and tasted. അതായത് ടാഞ്ചിബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, കാണാനും അതുപോലെ തന്നെ ടച്ച് ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് ആണ് ടാഞ്ചിബിൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ടൂറിസം പ്രൊഡക്റ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻടാഞ്ചിബിൾ ആണ്. ടൂറിസം പ്രൊഡക്റ്റുകൾ ഇൻടാഞ്ചിബിൾ ആണെന്ന് പറഞ്ഞത് ആൻഡ് കാനോട്ട് ബി സീൻ, ടച്ച്ഡ് ഓർ മെഷേർഡ് ബട്ട് ക്യാൻ ഓൺലി ബി എക്സ്പീരിയൻസ്ഡ്. ടൂറിസം പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്, എക്സ്പീരിയൻസിലൂടെയാണ് ടൂറിസം പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. സോ ദ ടൂറിസം പ്രൊഡക്റ്റ് ക്യാൻ ബി എനിത്തിങ് ലൈക്ക് എ പാക്കേജ് ടൂർ, എൻ എയർലൈൻ ടിക്കറ്റ് ഓർ സിറ്റിംഗ് ഇൻ എ ഹോട്ടൽ. അതായത് അതുകൊണ്ട് തന്നെ ടൂറിസം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തും ആവാം. ചിലപ്പോൾ ഒരു ടൂർ പാക്കേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എയർലൈൻ ടിക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സിറ്റിംഗ് ഇൻ എ ഹോട്ടൽ ആയിരിക്കാം. അപ്പൊ ഇതെല്ലാം എന്താണ്, ഒരു ടൂറിസം പ്രൊഡക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇൻടാഞ്ചിബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ടച്ച് ചെയ്യാനോ മെഷർ ചെയ്യാനോ ഒന്നും കഴിയില്ല. ഓൺലി ഇത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് ഇത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇൻടാഞ്ചിബിൾ പറയുന്നത്. Intangibility means the product that cannot be directly seen, tasted, felt or heard prior to the purchase and consumption. അതായത് ഈ ഇൻടാഞ്ചിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കാണാനും അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാനും ടച്ച് ചെയ്യാനും ഒന്നും കഴിയാത്തതിനെയാണ് ഇൻടാഞ്ചിബിലിറ്റി എന്ന് പറയുന്നത്. The only tangible items we get before purchase are the tickets or receipts for payment and we have done. അപ്പോൾ ടാഞ്ചിബിൾ ഐറ്റംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളിപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ടിക്കറ്റ്സ് അല്ലെങ്കിൽ റെസിപ്റ്റ്സ് കിട്ടുക, പേയ്മെന്റ് നടത്തിയതിന്റെ റെസിപ്റ്റ് കിട്ടുക, ഇതൊക്കെയാണ് നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തെടുക്കുന്നതാണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ എക്സ്പീരിയൻസ് ചെയ്തെടുക്കുന്നതാണ് ടൂറിസം പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. സോ അതും ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. വെൻ യു ബുക്ക് എൻ എയർലൈൻ ടിക്കറ്റ്, നമ്മളൊരു എയർലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്, യു റിസീവ്ഡ് ഓൺലി ദ PNR നമ്പർ ബട്ട് യു ആർ അനബിൾ ടു സീ ഓർ ടേസ്റ്റ് ദ എയർലൈൻസ്. അതായത് നമുക്ക് ആ PNR നമ്പറേ കിട്ടുള്ളൂ, നമുക്ക് എന്താണ് അത് കാണാനോ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എയർലൈൻ ടിക്കറ്റ് എടുക്കുമ്പോൾ അപ്പോൾ ഇത് നമ്മളുടെ ഒരു ടൂറിസം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് ഒന്നാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ടൂറിസം പ്രൊഡക്റ്റുകൾ ഇൻടാഞ്ചിബിൾ ആണ്. രണ്ടാമത് പറയുന്നതാണ് സൈക്കോളജിക്കൽ. അതായത് എ ലാർജ് കോമ്പണന്റ് ഓഫ് ടൂറിസം പ്രൊഡക്റ്റ് ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കൺസ്യൂമർ ഡിറൈവ്സ് ഫ്രം ഇറ്റ്സ് യൂസ്. അതായത് ഒരു ലാർജ് കോമ്പണന്റ്, ഒരു ടൂറിസം പ്രൊഡക്റ്റിന്റെ ലാർജ് കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു കൺസ്യൂമേഴ്സിന്റെ ഉള്ളിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ്. ആ ഒരു ഐറ്റം അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കൺസ്യൂമേഴ്സിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു സൈക്കോളജിക്കൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ ടൂറിസ്റ്റ് അക്യൂസ് എക്സ്പീരിയൻസ് while interacting with the new environment and his experience help to attract and motivate potential customers. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഇൻഡിവിജ്വൽസ് ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഒരു ടൂറിസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സോ എ ടൂറിസ്റ്റ് അക്യൂർസ് എക്സ്പീരിയൻസ്, ആ ടൂറിസ്റ്റ് എന്ത് ചെയ്യാണ്, എക്സ്പീരിയൻസ് അക്യൂർ ചെയ്യാണ്, പുതിയൊരു എൻവറോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസുകൾ ഉണ്ടാവുകയാണ്. അയാളുടെ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസസ് ആണ് മറ്റുള്ള കസ്റ്റമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് അട്രാക്റ്റഡ് ആവാൻ വേണ്ടി മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. സോ സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് ഒരു മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ് എന്ന് പറയാം. അതായത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക, ഈ ഒരു പ്രൊഡക്റ്റിലൂടെ കൺസ്യൂമേഴ്സിന്റെ ഉള്ളിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. മൂന്നാമത് പറയുന്നതാണ് ഹൈലി പെരിഷബിൾ. അതായത് എനി
tangible good or product can be manufactured and stored for a certain period of time. നമുക്ക് ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഗുഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. certain period of time വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓൾസോ ഇറ്റ് ക്യാൻ ബി സോൾഡ് ഓർ യൂസ്ഡ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. ഒരു ലേറ്റർ ഡേറ്റിൽ അത് സോൾഡ് ചെയ്യുകയോ യൂസ് ചെയ്യുകയോ ചെയ്യാം. കാരണം അതെന്താണ് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഗുഡാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെൻസ് ക്യാൻ ബി മാനുഫാക്ചർ. പെന്ന് എന്ത് ചെയ്യാണ്? മാനുഫാക്ചർ ചെയ്യാണ്. നമുക്ക് ആ പെന്ന് എന്ത് ചെയ്യാം? വെയർ ഹൗസിൽ ഫ്യൂ മന്ത്സ് വരെ നമുക്ക് എന്ത് ചെയ്യും? അത് സ്റ്റോർ ചെയ്ത് വെക്കാം. അത് അതിനുശേഷം ഡിമാൻഡ് അനുസരിച്ച് അത് സോൾഡ് ചെയ്യുകയും ചെയ്യാം. However, we cannot store the tourism products in a warehouse and sell them at a later date. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ടൂറിസം പ്രൊഡക്റ്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കാനോ വെയർഹൗസിൽ സ്റ്റോർ ചെയ്ത് വെക്കാനോ അതുപോലെ തന്നെ ലേറ്റർ ഡേറ്റിൽ അത് സെല് ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് ഹൈലി പെരിഷബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നശിച്ചു പോകുന്ന എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈലി പെരിഷബിൾ ആണത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ എയർലൈൻ കനോട്ട് സ്റ്റോർ 100 അൺസോൾഡ് സീറ്റ് ഓഫ് എ ഫ്ലൈറ്റ് ഷെഡ്യൂൾഡ് ടു ഡിപ്പാർട്ട് ഓൺ 12 മാർച്ച് 2017 ആണെങ്കിൽ, അതായത് 12 മാർച്ച് 2017 എന്ത് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് 100 എന്താണ് അൺസോൾഡ് സീറ്റുകളുള്ള ഫ്ലൈറ്റ് ഒരിക്കലും നമുക്കത് 13-ാം തീയതി അല്ലെ 12 തൊട്ടപ്പുറത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു സീറ്റ് നമുക്ക് സെല് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദ അൺസോൾഡ് സീറ്റ് ഹാവ് നോ വാല്യൂ അറ്റ് ഓൾ. അവിടെ അൺസോൾഡ് ആയിട്ടുള്ള ആ സീറ്റിന് വാല്യൂ കിട്ടില്ല എന്നുള്ളത്. അപ്പൊ അത് ഒരു ഹൈലി പെരിഷബിൾ ആയിട്ടുള്ള, അപ്പൊ ഈ നമ്മൾ എയർലൈനും എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്, ടൂറിസം പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതെന്താണ്? ഹൈലി പെരിഷബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അതന്നെ നമ്മൾ ഒന്നുകൂടെ എടുത്ത് പറയുന്നത് സർവീസ് ഇൻഡസ്ട്രി ഫേസസ് സച്ച് പ്രോബ്ലംസ് ഡ്യൂ ടു ഫ്ലക്ച്വേറ്റിംഗ് ഡിമാൻഡ് ഫോർ എയർ ട്രാവൽ ഈസ് മോർ ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിംഗ് or some sectors which highly booked while in other sectors seats may remain unsold. ഒരു എയർലൈനിന്റെ കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത്. ചില സമയങ്ങളിൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മോർണിംഗിലും ഈവനിങ്ങിലും ഒക്കെ ചിലപ്പോൾ എന്തായിരിക്കും? ഡിമാൻഡ് ഉണ്ടായിരിക്കും, മോർ ഡിമാൻഡ് ഉണ്ടായിരിക്കാം. ചില സമയങ്ങളിൽ ഡിമാൻഡ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ മറ്റ് സെക്ടേഴ്സിൽ അല്ലെ അതർ സെക്ടേഴ്സ് സീറ്റ് റിമെയിൻ അൺസോൾഡ് ആയിരിക്കാം. ടു അവോയ്ഡ് ദിസ് ലോസ്, ഈ ഒരു ലോസ് ഓഫ് അൺസോൾഡ് പ്രൊഡക്ട്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ലോസസ് ഇൻക്ലൂഡ് ഡ്യൂ ടു ദ പെരിഷബിൾ നാച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ് ദ എയർലൈൻ ഓഫർ ലാസ്റ്റ് മിനിറ്റ് സെയിൽസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ലോസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എയർലൈൻ ഒക്കെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ലാസ്റ്റ് മിനിറ്റ്സ് സെയിൽസ് നടത്തും. അതായത് സ്റ്റാൻഡ് ബൈ റേറ്റ്സ് ആൻഡ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് റേറ്റ് കുറച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? സീറ്റ്സ് അവൈലബിൾ ആക്കി കൊടുക്കും. സോ ദീസ് റേറ്റ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് അലോ ദേ ആർ നോട്ട് ഗെറ്റിംഗ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇൻസ്റ്റെഡ് ഓഫ് ദേ മിനിമൈസ് ലോസസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നോക്കുന്നത്, അവിടെ ഉണ്ടാവുന്ന ഹ്യൂജ് ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂ ടു പെരിഷബിൾ ഇൻ നാച്ചർ ദ ഹോട്ടൽ ഇൻഡസ്ട്രി ഓൾസോ ഓഫേഴ്സ് ഹെവി ഡിസ്കൗണ്ട്. ഇപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രി ആണെങ്കിലൊക്കെ ഹെവി ഡിസ്കൗണ്ടുകൾ അനുവദിക്കുക, എസ്പെഷ്യലി ഡ്യൂറിങ് ഓഫ് സീസൺ ഒക്കെ ആകുമ്പോൾ ഹെവി ഡിസ്കൗണ്ടുകളൊക്കെ എന്ത് ചെയ്യും? കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അവരുടെ ലോസ് മിനിമൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത്തരം ഓഫറുകൾ നൽകുന്നത്. അതുകൊണ്ടാണ് ഹൈലി പെരിഷബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ടൂറിസം പ്രൊഡക്ട്സ് ഹൈലി പെരിഷബിൾ ആയിട്ടുള്ള ഒന്നാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോമ്പോസിറ്റ് പ്രൊഡക്റ്റ്. അതായത് ദ ടൂറിസ്റ്റ് പ്രൊഡക്റ്റ് കാനോട്ട് ബി പ്രൊവൈഡഡ് ബൈ എ സിംഗിൾ എന്റർപ്രൈസ് അൺലൈക്ക് എ മാനുഫാക്ചർഡ് പ്രൊഡക്റ്റ്. അപ്പൊ ഈ ടൂറിസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സിംഗിൾ എന്റർപ്രൈസ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതായത് വേരിയസ് ടൈപ്സ് ഓഫ് പ്രൊവൈഡേഴ്സ് ഒരുമിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ പറയുന്നുണ്ട് ടൂറിസ്റ്റ് പ്രൊഡക്റ്റ് കവേഴ്സ് ദ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഓഫ് എ വിസിറ്റ് ടു എ particular place and many providers contribute to this experience. For instance, airlines supply seat, hotel provide rooms and restaurants, travel agents make bookings for stay and sightseeing. അപ്പൊ ഇങ്ങനെ പറയുകയാണ് എന്താണ് ഈ ഇവരെല്ലാവരും ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ കാര്യങ്ങൾ ഇവരെല്ലാവരും കൂടി ചേർന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു വേരിയസ് ടൈപ്സ് ഓഫ് പ്രൊവൈഡേഴ്സ് ഒരുമിച്ചാൽ മാത്രമാണ് ഈ ഒരു എന്താണ് ടൂറിസം പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അല്ലാതെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ എന്റർപ്രൈസിന് ഇത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതാണ് കമ്പോസിറ്റ് പ്രൊഡക്റ്റ്. ടൂറിസം പ്രൊഡക്റ്റ് ഒരു കമ്പോസിറ്റ് പ്രൊഡക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അൺസ്റ്റേബിൾ ഡിമാൻഡ്. അതായത് ഇവിടെ പറയുന്നുണ്ട് ഡിമാൻഡ് ഫോർ ടൂറിസ്റ്റ് പ്രൊഡക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്.
ഒരു ടൂറിസ്റ്റ് പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പല ഫാക്ടേഴ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സച്ച് ഫാക്ടേഴ്സ് ക്യാൻ ബി climate or season, the economy of the destination, political factors, social factors ഒക്കെ. അപ്പൊ ഈ ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ക്ലൈമറ്റ് ആയിരിക്കാം, സീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ എക്കോണമി ഓഫ് ദ ഡെസ്റ്റിനേഷൻ ആയിരിക്കാം, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, സോഷ്യൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ടൂറിസ്റ്റ് പ്രൊഡക്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ ബാധിക്കുന്നുണ്ട്. So except for the seasonal factor, all other factors can be made favorable. അതായത് സീസണൽ ഫാക്ടർ ഒഴിച്ച ബാക്കിയൊക്കെ നമുക്ക് എന്താണ്, നല്ലത് തന്നെയാണ്. സോ സീസൺ ഈസ് എ ഫാക്ടർ ദാറ്റ് അഫക്ട് ദ ടൂറിസം ഗ്രേറ്റ്ലി. സീസൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, ടൂറിസത്തെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് സീസൺ എന്ന് പറയുന്നത്. സീസൺ ആയിട്ട് മാത്രമല്ല, ആക്റ്റീവ് ആകുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് ആവുകയും ചില സമയത്ത് ഡിമാൻഡ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ ടൂറിസ്റ്റ് പ്രൊഡക്റ്റുകൾക്കും ചേഞ്ചസ് സംഭവിക്കുകയൊക്കെ ചെയ്യാം. സീസണാലിറ്റി മീൻസ് ദ ടൈം പീരീഡ് വെൻ ദ ടൂറിസ്റ്റ് വിസിറ്റ് ദ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. സീസണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ടൈം പീരീഡ് ആണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ്, ഫ്രീക്വന്റ്ലി ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ദ ഇയർ. Almost all tourist areas have a short season, which is popular as peak season, which often may be short as 3 months. അതായത് അവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് ഓൾ ടൂറിസ്റ്റ് ഏരിയാസ്, എല്ലാ ടൂറിസ്റ്റ് ഏരിയയിലും എന്താണ് ഷോർട്ട് സീസൺ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിമാൻഡ് അതിനനുസരിച്ച് സീസൺ അനുസരിച്ച് എന്ത് ചെയ്യും, ഡിമാൻഡിന് വ്യത്യാസം, ഡിമാൻഡ് കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം എന്നുള്ളതാണ് പ്രൊഡക്റ്റിന്റെ. The seasonal usage of the product create unemployment. Seasonal usage of the product എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹാസ് എൻ ഇമ്പാക്ട് ഓൺ ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്പിറ്റാലിറ്റി സർവീസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് സർവീസുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഹോട്ടൽ താരിഫ് വിൽ ബി ഹയർ ദ പീക്ക് സീസണിൽ താരിഫ് എന്ത് ചെയ്യും, ഹോട്ടലിന്റെ താരിഫ് കൂടാം. അതുപോലെ തന്നെ മിഡ് സീസണിൽ മോഡറേറ്റ് ആവാം. ഓഫ് സീസണിൽ ദ റേറ്റ്സ് ഓഫ് ദ പ്രോഡക്റ്റ് വിൽ ബി വെരി ലോ ആയിരിക്കാം. അതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ഓഫ് സീസൺ ഡിസ്കൗണ്ട്സ് ഒക്കെ ഓഫേർഡ് ടു കോംബാക്ട് ടു ദ പ്രോബ്ലം ഓഫ് സീസണാലിറ്റിയുടെ പ്രോബ്ലംസ് മാറ്റാൻ വേണ്ടി ഓഫ് സീസൺ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ട് സപ്ലയേഴ്സ്. ടൂറിസം സർവീസുകളിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ട്. ആ സ്ട്രാറ്റജിയിൽ വരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതും എന്താണ്, ഒരു ഫാക്ടറാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഫാക്ടറാണ് ഫിക്സഡ് സപ്ലൈ ഇൻ ദ ഷോർട്ട് റൺ. അതായത് the tourism product, unlike a manufactured product, cannot be brought to the consumer. The consumer must go to the product. This requires an in-depth study of users' behavior, taste preferences, like and dislike, so that expectations and realities coincide for the maximum satisfaction of the consumers. അതായത് ഒരു മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന പോലെയല്ല എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഈ ഒരു ടൂറിസം പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് അല്ല. അതായത് യൂസേഴ്സിന്റെ ബിഹേവിയർ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്തിരിക്കണം, നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതായത് ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് യൂസേഴ്സ് ബിഹേവിയർ, അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ലൈക്ക് ആൻഡ് ഡിസ്ലൈക്കുകൾ, അതുപോലെ തന്നെ സോ ദാറ്റ് എക്സ്പെക്ടേഷൻസ്, റിയാലിറ്റീസ്, അതൊക്കെ എന്താണ്, അതൊക്കെയാണ് കൂടുതലായിട്ട് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുക കൺസ്യൂമേഴ്സിന് നൽകുന്നത്. So the supply of a tourism product is fixed in short run and it can only be increased in the long run following increased demand patterns. അതായത് അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഒരു നമ്മുടെ ഒരു കൺസ്യൂമേഴ്സിനെ കുറിച്ചിട്ട് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരിക്കണം. അവിടെ ഒരു ഫിക്സഡ് സപ്ലൈ ഇൻ ദ ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ടൂറിസം പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിക്സഡ് സപ്ലൈ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആബ്സെൻസ് ഓഫ് ഓണർഷിപ്പ്. അതായത് ഇഫ് യു ബൈ എ കമ്പ്യൂട്ടർ, ദ ഓണർഷിപ്പ് ഓഫ് ദ കമ്പ്യൂട്ടർ ഈസ് ട്രാൻസ്ഫേർഡ് ടു യു. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും അല്ലെ. ബട്ട് വെൻ യു ഹയർ എ കാർ, യു ബൈ ദ റൈറ്റ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ദ പ്രീ ഡിറ്റർമിൻഡ് ഡെസ്റ്റിനേഷൻ ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്. അപ്പൊ നമ്മളൊരു കാർ ഹയർ ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഒരു വാടകയ്ക്കാണ് വിളിക്കുന്നത് വെച്ചെങ്കിൽ നമുക്ക് അവരുടെ റൈറ്റ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ, അവകാശം മാത്രമേ ഉള്ളൂ നമുക്ക് അല്ലെ. നമുക്കത് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അതിന്റെ ഓണർ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എവിടെ ഡെസ്റ്റിനേഷൻ, നമ്മളുടെ എത്ര പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനുള്ള റൈറ്റ് എന്ന് പറയുന്നത്. സോ ദ ടൂറിസ്റ്റ് ഓർ കൺസ്യൂമർ കാനോട്ട് ഓൺ ദ കാർ അല്ലെ. ടൂറിസ്റ്റ് ആയാലും ടൂറിസ്റ്റ് അല്ലെങ്കിൽ ആ കൺസ്യൂമേഴ്സിന് അവർക്ക് എന്ത് കഴിയില്ല എന്ന് പറയുന്നത്, ആ കാർ ഓൺ ചെയ്യാനായിട്ട് കഴിയില്ല. ഓർ ദ ഡ്രൈവർ ഓഫ് ദ കാർ അല്ലെ, ആ കാറോ ആ കാറിന്റെ ഡ്രൈവറെ നമുക്ക് എന്ത് ചെയ്യാൻ ഓൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദ സെയിം ഇൻ കേസ് വിത്ത് ദ ഹോട്ടൽ ഇൻഡസ്ട്രി. ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ കേസിലും ഇത് തന്നെയാണ് ഉള്ളത്. ഹോട്ടൽ റൂംസ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം.
ഹോട്ടൽ സ്റ്റേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. The tourist only acquires the right to certain benefits that the seller or hotel offers, but the owner of the rooms remain with the hotel. അപ്പോൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ അവിടുത്തെ ഓണർ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, യു യൂസ്ഡ് ദ കോൺഫറൻസ് ഹാൾ of the hotel for a specific time or period, but you do not own the conference hall. നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെസിഫിക് ടൈം അല്ലെങ്കിൽ ഒരു പീരീഡിൽ എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യാണ്, ഒരു കോൺഫറൻസ് ഹാൾ യൂസ് ചെയ്യാണ് ഹോട്ടൽ ഒരു സ്പെസിഫിക് ടൈമിൽ അല്ലെങ്കിൽ ഒരു പീരീഡിൽ എന്ന് വെച്ച് നമ്മൾ ആ ഒരു കോൺഫറൻസ് ഹാളിന്റെ ഓണേഴ്സ് ആയിട്ട് മാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടൂറിസം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു സർവീസ് അല്ലെങ്കിൽ അവിടെ ആ കോൺഫറൻസ് ഹാൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്, ആ ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മറ്റു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് പോലെയല്ല ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഓൺ ചെയ്യാൻ കഴിയില്ല, നമുക്കത് ആ ഒരു സ്പെസിഫിക് ടൈമിൽ അല്ലെങ്കിൽ പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടും. പക്ഷെ നമുക്കത് വാങ്ങിക്കാനായിട്ട് കഴിയില്ല. റൈറ്റ് മാത്രമേ ഉള്ളൂ, യൂസ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് ആബ്സെൻസ് ഓഫ് ഓണർഷിപ്പ്. ദെൻ ഹെട്രോജീനിയസ് ആണ്. ഹെട്രോജീനിയസിൽ പറഞ്ഞ ടൂറിസം ഇൻഡസ്ട്രി സർവീസസ് ആർ റെന്റഡ് ബൈ ഹ്യൂമൻസ് ടു ഹ്യൂമൻ. അതായത് ഹെട്രോജീനിയസിന്റെ പ്രത്യേകത എന്താണ്, ഒരുപോലെ സ്വഭാവമുള്ള എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ടൂറിസം ഇൻഡസ്ട്രി ആണെങ്കിൽ സർവീസസ് റെൻഡർ ചെയ്യുന്നത് ഹ്യൂമൻസ് ടു ഹ്യൂമൻസിലാണ്. സോ ദി സർവീസസ് ഹാവ് ഹൈ ലെവൽ ഓഫ് വാരിയബിലിറ്റി. പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഹൈ ലെവൽ ഓഫ് വാരിയബിലിറ്റി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. So human element make standardization of the product a difficult task. The services rendered vary from person to person and from time to time. അതായത് നമ്മൾ ഒരു ടൂറിസം പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സർവീസസ് റെൻഡർ ചെയ്യുന്നത് അത് പല വ്യക്തികൾ അല്ലെ, പേഴ്സൺ ടു പേഴ്സൺ, അതുപോലെ തന്നെ ടൈം ടു ടൈമിൽ അത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെങ്കിൽ വാരി ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദ ഗൈഡ്സ് ഓർ എസ്കോർട്ട് ബിഹേവിയർ മേ നോട്ട് ബി കൺസിസ്റ്റന്റ് എവരി സിംഗിൾ ഡേ. ഒരു ഗൈഡിന്റെയോ അല്ലെങ്കിൽ ഒരു എസ്കോർട്ട് ഉണ്ടായിരിക്കാം, നമ്മുടെ ഒരു ഗൈഡോ ഒരു എസ്കോർട്ടോ ഉണ്ടായിരിക്കാം. അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായാലും ഒരു സിംഗിൾ ഡേയിലും എന്തിരിക്കാം, കൺസിസ്റ്റന്റ് ആവണമെന്നില്ല. അതായത് ചിലപ്പോൾ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, ഇൽ ഹെൽത്ത് ആയിരിക്കും, സ്ട്രെസ് ഉണ്ടായിരിക്കും അവർക്ക്. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് നോക്കുമ്പോൾ അവരുടെ പെർഫോമൻസിൽ അത് ബാധിക്കുന്നുണ്ട്. ആ ഒരു ഗൈഡിന്റെയോ അല്ലെങ്കിൽ എസ്കോർട്ടിന്റെയോ അത് പല സമയങ്ങളിൽ അല്ലെങ്കിൽ സിംഗിൾ ഓരോ ഡേയ്സിലും എന്തായാലും വ്യത്യസ്തമായിരിക്കും. സോ ടു അവോയ്ഡ് വേരിയേഷൻ ഇൻ സർവീസസ്, അപ്പൊ ഇങ്ങനെയുള്ള വേരിയേഷൻസ് സർവീസസും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡെലിവറി ഓഫ് ദ പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി ദ ഹോട്ടൽ ഇൻഡസ്ട്രി ലൈക് ടൂർ ഓപ്പറേറ്റേഴ്സ് അതുപോലെ തന്നെ എയർലൈൻ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സിസ്റ്റം. അതായത് കുറച്ച് ഇൻഡസ്ട്രീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, CSR എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സിസ്റ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ കോണ്ടാക്ട് ആൻഡ് എറേഴ്സ് എന്ത് ചെയ്യുന്നത് മിനിമൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരേപോലെ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്, ഒരേപോലെ ആയിരിക്കില്ല. അപ്പോ എന്ത് ചെയ്യാം, ഒരേപോലെ ആയിരിക്കാത്ത പക്ഷം നമ്മൾ ഈ ഒരു പുതിയതായിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സിസ്റ്റം ആണ് മോസ്റ്റ്ലി എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നതെന്നാണ്. അതുപോലെയുള്ള സിസ്റ്റംസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ഹെട്രോജീനിയസ് എന്നുള്ളത് പറയുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് റിസ്കി. അതായത് ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ദ യൂസ് ഓഫ് എ ടൂറിസം പ്രോഡക്റ്റ് ഈസ് ഹൈലൈറ്റഡ് സിൻസ് ഇറ്റ് ഹാസ് ടു ബി പർച്ചേസ്ഡ് ബിഫോർ ഇറ്റ്സ് കൺസംഷൻ. അതായത് റിസ്കി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ടൂറിസം പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ റിസ്ക് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ അത് റിസ്കിൽ പറയുന്നത് എന്താണ്, ഈ എലമെന്റ് ഓഫ് ചാൻസ് ഈസ് ഓൾവേസ് പ്രസന്റ് ഇൻ ഇറ്റ്സ് കൺസംഷൻ. അതായത് ഇവിടെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, എലമെന്റ് ഓഫ് ചാൻസ് അല്ലെ, ചാൻസ് ഓൾവേസ് പ്രസന്റ് ഇൻ. അതായത് റിസ്ക് എന്നുള്ള ഒരു എലമെന്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നത്, എ ഷോ മൈറ്റ് നോട്ട് ബി ആസ് എന്റർടൈനിങ് ആസ് ഇറ്റ് പ്രോമിസസ് ടു ബി, ഓർ എ ബീച്ച് ഹോളിഡേ മൈറ്റ് ബി ഡിസപ്പോയിന്റിങ് ഡ്യൂ ടു ഹെവി റെയിൻ. അതായത് ഒരു ഷോ അല്ലെ, ഒരു ഷോയിൽ കയറിയിട്ട് ആ ഷോ എന്റർടൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ ബീച്ച് ഹോളിഡേസിന് പോയിട്ട് നമുക്ക് ഹെവി റെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൽ എന്തുണ്ടാവും പറയുന്ന ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഈ ഒരു ടൂറിസം പ്രൊഡക്ട്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ റിസ്കി ആണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഹെട്രോജീനിയസ് ആണ്, അതായത് ഒരുപോലെ അല്ലാത്തതാണ്, അതുപോലെ തന്നെ ആബ്സെൻസ് ഓണർഷിപ്പ് ഇല്ല, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ്
ഓണർഷിപ്പിന്റെ കാര്യം പറഞ്ഞു. ദെൻ ഫിക്സഡ് സപ്ലൈ ഇൻ ദ ഷോർട്ട് റൺ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അൺസ്റ്റേബിൾ ഡിമാൻഡ്. ദെൻ കോമ്പോസിറ്റ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഹൈലി പെരിഷബിൾ ആണ്. ദെൻ സൈക്കോളജിക്കൽ, ഇൻടാൻജിബിൾ. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.